ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ്. അയിക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം എടുത്തിട്ടുള്ളത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത ആ പൊടി കൊണ്ടാണ് ട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്നിട്ട് ഉപ്പും മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉരുക്കി വന്നിട്ടുണ്ട് ട്ടോ. എന്നിട്ട് നമ്മള് അത് അരിച്ചെടുക്കുകയാണ് ശർക്കര. അങ്ങനെ ശർക്കര ഉരുക്കി വെച്ചത് നമ്മള് അയിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കട്ട പിടിക്കാതെ നോക്കണം. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് തേങ്ങ അതിക്ക് വേണ്ടതാണ്. അത് ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ നെയ്യിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ചൊക്കെ നല്ലോണം വറുത്ത് വരണം. അങ്ങനെ തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അതൊന്ന് തേങ്ങ ആയി വന്നിട്ടുണ്ട്. നമ്മളിതാ ആ പൊടിക്ക് കുറച്ച് ജീരകം പൊടിച്ചതാണ് ട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമാണ്. അങ്ങനെ തേങ്ങയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വെച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മാവ് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ടൊരു കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുടാൻ എടുത്തിട്ടുള്ളത്. ഉച്ചക്കാണ് ഞങ്ങൾ ആക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു വൈകുന്നേരത്താണ് ചുട്ടിട്ടുള്ളത്. ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.